ഏതെങ്കിലും ഗുഹയുടെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കുന്ന വിശ്വാസിയാണെങ്കിൽ പോലും ആ മുസ്ലിമിനെ പോലും ഈ മന്ദമാരുതൻ വന്ന് സമീപിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാറ്റ് തട്ടുന്നതോടുകൂടെ സർവ്വ വിശ്വാസികളും മരിച്ചു പോകുമെന്ന്, എല്ലാ മുഅ്മിനീങ്ങൾക്കും അങ്ങനെ മരണം സംഭവിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഭൂമിയിൽ മുസ്ലിം ബാക്കിയാകുന്നില്ല, പിന്നെ ഭൂമിയിൽ മുസ്ലിമില്ല. ഇനി അല്ലാഹു ലോകത്തിന്റെ അവസാനം നടത്താൻ പോവുകയാണ്. ലാ തഖൂമുസ്സാഅതു ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. ലോകത്ത് മോശപ്പെട്ടവർ മാത്രം ജീവിക്കുന്ന കാലത്താണ് ലോകാവസാനം നടക്കുകയെന്ന് മുത്ത് റസൂലുള്ളാഹി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിൽ സത്യവിശ്വാസികൾ മുഴുവനും മരിച്ചു പോകുന്നു. അല്ലാഹു കൊണ്ടുപോവുക, എല്ലാവരും കൊണ്ടുപോയി. لا تقوم الساعة حتى لا يقال في الأرض الله 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 എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ ഒരാളെങ്കിലും ലോകത്ത് ബാക്കിയുണ്ടെങ്കിൽ അതുവരെ ലോകത്ത് അല്ലാഹു നശിപ്പിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രസകരമായൊരു സംഭവമുണ്ട് ഇതില്. കാരണം മുസ്ലിം ബാക്കിയുണ്ടെങ്കിലാണ് ലോകത്ത് ബാക്കിയുള്ള എല്ലാ സാധനങ്ങൾക്കും ഇബാദത്തിന് ഖിബലയുണ്ടാവുകയുള്ളൂ. നമ്മുടെ പള്ളിയിൽ കാണത്തിന് പറഞ്ഞില്ലേ കുട്ടികളെ, നമ്മളെ താലിമീൻ കണ്ടല്ലോ അവിടെ. രസകരമായൊരു ഹദീസ് ഉണ്ട്, ഞാനത് അനുസ്മരിക്കുകയാണ്. ഹദീസ് عن أبي ذر رضي الله عنه عن النبي صلى الله عليه وسلم أنه قال. അബൂ ദർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി തങ്ങൾ, അന്ന് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുകയാണ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, യാ അബാ ദർ, അല്ലയോ അബൂ ദർ, അതദ്രി ഐന തദ്ഹബു ഹാദിഹി, ഈ സൂര്യൻ ഇപ്പൊ എങ്ങോട്ടാ പോണത് എന്ന് നിങ്ങൾക്കറിയുമോ? ഈ ഹദീസ് ഒരൽപ്പം ശ്രദ്ധിച്ച് അർത്ഥം മനസ്സിലാക്കേണ്ട ഹദീസാണ്. സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസാണ്. എങ്ങോട്ടാണ് ഈ സൂര്യൻ പോകുന്നത് നിങ്ങൾക്കറിയുമോ? അപ്പൊ അവരെന്ത് പറഞ്ഞു? അല്ലാഹു വറസൂലുഹു അലം, എനിക്കറിയില്ല നബിയേ. ഖാല, നബി തങ്ങൾ പറഞ്ഞു, തദ്ഹബു തസ്ജുദു തഹ്തൽ അർശി, അർശിന്റെ താഴെ പോയി സുജൂദ് ചെയ്യാൻ പോവുകയാണ് സൂര്യൻ. ഫതസ്ജുദു ഫയുഖ്ബലു മിൻഹാ, അത് സുജൂദ് ചെയ്യും, ആ സുജൂദ് അല്ലാഹു സ്വീകരിക്കും. പിന്നെയും സുജൂദ് ചെയ്യും. അങ്ങനെ ഒരു നാൾ വരും, അന്ന് സൂര്യൻ സുജൂദ് ചെയ്യുമ്പോൾ ഫലാ യുഖ്ബലു മിൻഹാ, ആ സുജൂദ് സൂര്യനിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. വയുഖാലു ലഹ, സൂര്യനോട് പറയപ്പെടും, ഇദ്ഹബി മിൻ ഹൈതു ജിഇതി ഇർജിഇ മിൻ ഹൈതു ജിഇതി, നിങ്ങൾ എവിടെന്നാണോ, നീ എവിടെന്നാണോ വന്നത് ആ വഴിക്ക് തന്നെ തിരിച്ചുപോ എന്ന് അല്ലാഹു പറയും. ഫതതുലു മിൻ മഗ്രിബിഹാ, അത് പടിഞ്ഞാറ് നിന്ന് അന്നേരമാണ് ഉദിക്കുകയെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങളൊക്കെ മരിച്ചു, ഇവിടെ ഒരുപാട് മോശപ്പെട്ട ആളുകൾ ബാക്കി നിൽക്കുന്ന നേരം. ആ നേരത്താണ് സൂര്യന്റെ സുജൂദ് അല്ലാഹു സ്വീകരിക്കാതെ വരുന്നത്. സുജൂദ് സ്വീകരിക്കണമെങ്കിൽ നമുക്കൊരു ഷർത്തുണ്ട്. നിസ്കരിക്കണമെങ്കിൽ വുളു എടുക്കണം, ഖിബിലയിലേക്ക് മുന്നിടണം, അപ്പോഴല്ലേ നിസ്കാരം ശരിയാവുള്ളൂ. ഖിബില ശരിയാവണ്ടേ? ഖിബില ശരിയായാലേ നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെടൂ. അങ്ങനെ നമ്മുടെ ഖിബിലയാണ് പരിശുദ്ധമായ കഅബാലയം. മക്കയിൽ കിടക്കുന്ന കഅബ നമ്മുടെ നിസ്കാരത്തിന്റെ ഖിബിലയാണ്. അങ്ങോട്ടാണ് നമ്മൾ മുന്നിടുന്നത്. നിസ്കാരം അല്ലാഹുവിന്, നമ്മുടെ ഖിബില കഅബയിലേക്ക്. എന്നാൽ സൂര്യന് സുജൂദുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ, വൃക്ഷങ്ങൾക്ക് സുജൂദുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, ചെറിയ ചെറിയ സസ്യങ്ങളും വലിയ വലിയ സസ്യങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്. ഒരർത്ഥം നജ്മിന്, ചെറിയ സസ്യങ്ങൾക്ക് നജ്ം എന്ന് പറയും. വന്നജ്മു, താരകങ്ങളും നക്ഷത്രങ്ങളും, വശ്ശജറു, സസ്യവും സുജൂദ് ചെയ്യുന്നുണ്ട്. യസ്ജുദു ലില്ലാഹി, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. യുസബ്ബിഹു ലില്ലാഹി, അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. എത്ര പ്രയോഗങ്ങളാണ് ഖുർആനിൽ. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വതും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വകസീറും മിനന്നാസ്, കുറേ മനുഷ്യന്മാരും അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി, ആകാശഭൂമിയിലുള്ളവർ അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. കുറേ മനുഷ്യരും
അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാത്ത മനുഷ്യരുമുണ്ട്. കുറെ മുസ്ലിമീങ്ങൾ അങ്ങനെയാണ്. അള്ളാഹ്ക്കല്ല സുജൂദ് ആർക്കൊക്കെ ചെയ്യുന്നുണ്ട്, ഏതൊക്കെയോ ദൈവങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ഈ ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാം പടക്കാൻ കഴിവുള്ള ഒരാളാവണ്ടേ? അതല്ലേ ഏകദൈവ വിശ്വാസല്ലേ യുക്തിക്ക് യോജിക്കുള്ളൂ? ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും കഴിവുള്ള ആൾ. അങ്ങനത്തെ 10 എങ്ങനെ സങ്കല്പിക്കാൻ പറ്റുക? ഒന്നല്ലേ യുക്തം, ഒരു പടച്ചവൻ, ഏക ബ്രഹ്മം. ദൈവം എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ പറ്റുള്ളൂ. 2 ദൈവം ഉണ്ടെങ്കിൽ ആര് പറഞ്ഞത് അവിടെ നടക്കുക? ഒരാൾ പറഞ്ഞ് നടന്നില്ലെങ്കിൽ മറ്റാൾ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടില്ലേ? ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ? ഇസ്ലാമിന്റെ ഏകദൈവ സിദ്ധാന്തം ഏറ്റവും വലിയ ലോജിക്കാണ്. ഇസ്ലാമിന്റെ തൗഹീദ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അല്ലാഹു ആളുകൾക്ക് തൗഫീഖ് കൊടുക്കട്ടെ, ഹിദായത്ത് കൊടുക്കട്ടെ. എല്ലാം സുജൂദിലാണ്. സൂര്യൻ സുജൂദ് ചെയ്യുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ കാണാൻ കഴിയും, അസ്തമിച്ചു പോകുന്ന സൂര്യൻ സുജൂദ് ചെയ്യാൻ പോവുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ലോകത്ത് സൂര്യന് ചലനമുണ്ട്, ഭൂമിക്ക് ചലനമുണ്ട്, സൂര്യനും ചന്ദ്രനും ഓർബിറ്റുകളുണ്ട് എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നതിന്റെ മുമ്പ് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത നബിയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ഹദീസ് മനസ്സിലാക്കുമ്പോൾ ഈ പ്രാപഞ്ചിക പ്രതിഭാസം മനസ്സിലാവുന്ന നബി തന്നെയാണ് ഈ കാര്യം പറഞ്ഞു തരുന്നത്. അസ്തമിച്ചു പോകുന്ന സൂര്യൻ അവിടെ ഇരിക്കട്ടെ. അസ്തമിക്കുന്ന സൂര്യൻ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും സൂര്യൻ അസ്തമയമുണ്ട്, ഓരോ സെക്കൻഡിലും സൂര്യന് ഉദയമുണ്ട്. നമുക്കിപ്പോ പാതിരാവാൻ പോവാൻ. അമേരിക്കക്കാർക്ക് ഇപ്പൊ ഉച്ചക്ക് എത്ര മണിയായിട്ടുണ്ടാവും? അമേരിക്കക്കാർക്ക് ഉച്ച കഴിഞ്ഞു തുടങ്ങി, ഉച്ചയോടടുത്തു തുടങ്ങി. എല്ലാ സെക്കൻഡിലും സൂര്യൻ അസ്തമയമാണ്. എല്ലാ സെക്കൻഡിലും ഏതോ ഒരു നാട്ടുകാർക്ക് ഉദയം, ഒരു നാട്ടുകാർക്ക് അസ്തമയം. റബ്ബുൽ മശാരിഖി വൽ മഗാരിബി, ഒരുപാട് ഉദയത്തിന്റെയും ഒരുപാട് അസ്തമയത്തിന്റെയും ഉടമസ്ഥനല്ലേ അല്ലാഹു. അങ്ങനെ വന്നാൽ അസ്തമിക്കുന്ന സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഓരോ ചലനത്തിലും അത് സുജൂദിലാണ്. എങ്ങനത്തെ സുജൂദ്? കയ്യും കാലും മടക്കി വെച്ചുള്ള സുജൂദാണോ? അല്ല. സുജൂദുൻ യലീഖു ബിഹാ, അവയവയെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അല്ലാഹുവിനെ വണങ്ങിയാണ്, അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. തഹ്തൽ അർശി, അർശിന്റെ താഴെ എന്ന് പറയുമ്പോ ഭൂമിന്റെ താഴെ പോവണ്ട. ഭൂമിയല്ല, ഭൂമിയുടെ മീതെ സൂര്യൻ വന്ന് കറങ്ങി വീഴുന്നതല്ല അസ്തമയം. സൂര്യൻ അഭിമുഖമായി ഭൂമി കറങ്ങുകയാണെന്ന് ലോകത്തിന് പഠിപ്പിച്ച നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലങ്കാരിക പ്രയോഗങ്ങളല്ലേ ഇതൊക്കെ? അസ്തമിച്ചു പോകുന്ന സൂര്യൻ സുജൂദ് ചെയ്യുന്നു. എവിടെ? അർശിന്റെ താഴെ. അള്ളാഹുവിന്റെ അധികാരത്തിന്റെ സിംബലാണ് അർശ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അർശിന്റെ സിംബലാണ്, അവന്റെ അധികാരത്തിന്റെ സിംബലാണ്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അള്ളാഹുവിനാണ് ഇസ്തിലാ, അധികാരം അള്ളാഹുവിനാണ്. അർശ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടി ഈ പ്രപഞ്ചത്തെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന അള്ളാഹുവിന്റെ മഹാസൃഷ്ടിയാണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു തന്നത് ഒരു ഉദാഹരണത്തിലൂടെയാണ്. വിശാലമായ ഒരു മരുഭൂമി, കണ്ണെത്താ ദൂരത്ത് പരന്നു നടക്കുന്ന വിശാലമായ ഒരു മരുഭൂമിയുടെ മധ്യത്തിൽ എവിടെയെങ്കിലും ഒരു റിങ്, ഒരു വട്ടക്കണ്ണി, ഒരു കുട്ടിയുടെ ഓളാന്ന് സങ്കല്പിച്ചോളൂ. ഒരു റിങ് നമ്മൾ മരുഭൂമിയുടെ നടുവിൽ കൊണ്ടുപോയി വെച്ചു എന്ന് വിചാരിക്കുക. ചുറ്റു വിശാലമായ മരുഭൂമി. ഈ റിങ് എവിടെയാണെന്നൊരു കൊടി കുത്തിയില്ലെങ്കിൽ കാണൂല, അല്ലേ? അങ്ങനെ ഒരു ചെറിയ വട്ടക്കണ്ണി മരുഭൂമിയിൽ കൊണ്ടുപോയി വെച്ചാൽ ആ വട്ടക്കണ്ണിയാണ് ഈ മഹാപ്രപഞ്ചമെന്ന് സങ്കല്പിച്ചാൽ ആ മരുഭൂമിയാണ് അല്ലാഹുവിന്റെ അർശെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ എല്ലാ പ്രപഞ്ചത്തെയും ചൂഴ്ന്നു നിൽക്കുന്ന അല്ലാഹുവിന്റെ മഹാസൃഷ്ടിയാണ് അർശ്. നമ്മളൊക്കെ അർശിന്റെ താഴെയാണ്. സൂര്യനും ചന്ദ്രനും കോടാനുകോടി നെബുലകളും നക്ഷത്രങ്ങളും ഗാലക്സികളും എല്ലാം അല്ലാഹുവിന്റെ അർശിന്റെ താഴെയാണ്. നമ്മൾ എവിടെ സുജൂദ് ചെയ്താലും അത് അർശിന്റെ പരിധിക്കുള്ളിൽ തന്നെ. അപ്പോ സൂര്യൻ നിത്യ സുജൂദിലാണ്. ഇനി സൂര്യന്റെ സുജൂദ് സ്വീകരിക്കപ്പെടാത്തൊരു ദിവസം വരും. അന്നാണ് സൂര്യൻ അഭിമുഖമായി ഭൂമിയോട് അതിന്റെ ചലനം മാറാൻ അല്ലാഹു പറയുന്നത്. ഇർജിഇ മിൻ ഹൈതു ജിഇതി, ഇടത്തുനിന്ന് വലത്തോട്ട് തിരിയുന്ന ഭൂമിയോട് വലത്ത് നിന്ന് ഇടത്തോട്ട് തിരിയാൻ അല്ലാഹു പറയും. എപ്പോ? സൂര്യന്റെ സുജൂദ് സ്വീകരിക്കപ്പെടാതെ വരുമ്പോൾ.
എങ്ങനെ സ്വീകരിക്കപ്പെടാതെ വരിക? സൂര്യന്റെ സുജൂദിന്റെ ഖിബില എപ്പോഴാണ് നഷ്ടപ്പെട്ടത്? ഏതാണ് സൂര്യന്റെ സുജൂദിന്റെ ഖിബില? വൃക്ഷങ്ങളുടെ സുജൂദിന്റെ ഖിബില ഏതാണ്? നക്ഷത്രങ്ങളുടെ സുജൂദിന്റെ ഖിബില ഏതാണ്? നമുക്ക് കഅബയുള്ളതുപോലെ, നമുക്ക് കഅബാലയമുള്ള പോലെ പ്രപഞ്ചത്തിലെ കോടാനുകോടി സാധനങ്ങളുടെ സുജൂദിന്റെ ഖിബില ഏതാണ്? നമ്മുടെ ഉലമാ പഠിപ്പിക്കുന്നത് സുജൂദ് ചെയ്യാൻ ഖിബില വേണം. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുകളുടെ ഈമാനിന്റെ റൂഹിന്റെ പ്രഭയാണ് ലോകത്തെ സർവ്വ വസ്തുക്കളുടെയും സുജൂദിന്റെ ഖിബില. മുഅ്മിനായ ഒരു മനുഷ്യൻ ഒരു നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ഈമാനിന്റെ റൂഹിന്റെ പ്രഭയെ ലക്ഷ്യമാക്കിയാണ് ആ പരിസരത്തുള്ള സർവമാന കല്ലുകളും വൃക്ഷങ്ങളും അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നത്. മുഅ്മിനിന്റെ റൂഹിനെ ഖിബലയാക്കിയിട്ടാണ്. മുഅ്മിനായ മനുഷ്യൻ മരിച്ചുപോയാൽ ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് സുജൂദിന്റെ ഖിബല നഷ്ടപ്പെടും. ആകാശത്തെ നക്ഷത്രങ്ങൾക്ക് സുജൂദിന്റെ ഖിബല നഷ്ടപ്പെടും. മുഅ്മിനായ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയാൽ വലഖദ് കറംനാ ബനി ആദം, ആദം നബിയുടെ സന്തതികളെ, മനുഷ്യരെ, വിശിഷ്യ മുഅ്മിനീങ്ങളെ അല്ലാഹു ബഹുമാനിച്ചു എന്നതിന്റെ അടയാളം നാമാണ്. മുഅ്മിനാണെങ്കിൽ അല്ലാഹു നമ്മെ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. ഈ പ്രപഞ്ചത്തിലെ സർവ്വ സാധനങ്ങളുടെയും സുജൂദിന്റെ ഖിബില മുഅ്മിനായ ആണും പെണ്ണുമാണ്. ഇനി വരെ ലോകാവസാനം അടുക്കുമ്പോൾ ലാ തഖൂമുസ്സാഅ ഇല്ലാ അലാ ശിറാറിൽ ഖൽഖ്, മോശപ്പെട്ട ആളുകൾ ജീവിക്കുന്ന കാലത്തല്ലാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത്. അന്ന് ഭൂമിയിൽ ജനങ്ങളുണ്ട്, മുസ്ലിമാരും ബാക്കിയില്ല. അങ്ങനെ ഒരു സൂര്യോദയം അല്ലാഹു നടത്തുന്നത് സൂര്യൻ സുജൂദ് ചെയ്യാൻ വരുമ്പോഴേക്കും ലോകത്തെ സർവ്വ മുസ്ലിമും മരിച്ചുപോയ നേരമായിരിക്കും. അത് സൂര്യന്റെ സുജൂദ് പിന്നെ സ്വീകരിക്കപ്പെടുന്നില്ല. ഖിബലയില്ലല്ലോ, മുഅ്മിനായ ഒരു മനുഷ്യൻ പോലും ഭൂമിയിൽ ബാക്കിയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് സുജൂദ് സ്വീകരിക്കപ്പെടുക? ആ നേരത്ത് സൂര്യനോട് പറയപ്പെടുന്ന വാക്കാണ് ഇർജിഇ മിൻ ഹൈസു ജിഇതി, നീ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തിരിച്ചുപോയെന്ന് അല്ലാഹു പറയുമ്പോൾ ഫതതുലു മിൻ മഗ്രിബിഹാ, അപ്പോഴാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് എന്ന് റസൂലുള്ളാഹി. സലാസുൻ ഇദാ ഖറജ്ന, മൂന്ന് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ സംഭവിച്ചാൽ ലാ തൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ, അതുവരെ വിശ്വസിക്കാത്തവർക്ക് ഈമാൻ ഉപകരിക്കുകയില്ല. അതുവരെ തൗബ ചെയ്യാതെ മടങ്ങി തൗബ ചെയ്യാത്തവർക്ക് തൗബ ചെയ്താൽ തൗബ അല്ലാഹു സ്വീകരിക്കില്ല. ഏതൊക്കെയാണത്? മസീഹുദ് ദജ്ജാലാണ്, ദാബത്തുൽ അർദാണ്, ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന മൃഗം. ആ മൃഗത്തെയാണ് തമീമുദ് ദാരി റളിയല്ലാഹു അൻഹു ആ ദ്വീപിൽ വെച്ച് കണ്ടത്. ആ മൃഗം പുറത്തിറങ്ങിയാൽ ലോകത്ത് മുഴുവൻ സഞ്ചരിക്കുകയും മുഅ്മിനായ മനുഷ്യന്റെ നെറ്റിയിൽ ഇവൻ മുഅ്മിനാണെന്ന് അടയാളപ്പെടുത്തി പോവുകയും ചെയ്യും. വതുകല്ലിമുന്നാസ, മനുഷ്യരോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു മൃഗമായിരിക്കും ദാബത്തുൽ അർദ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസീഹുദ് ദജ്ജാലി വദാബത്തുൽ അർളി വതുലൂഉശ് ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത്, മസീഹുദ് ദജ്ജാൽ, ദാബത്തുൽ അർള്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ആദ്യം സംഭവിച്ചാൽ അതുവരെ വിശ്വസിക്കാത്തവർക്ക് അല്ലാഹു അവരുടെ ഈമാൻ സ്വീകരിക്കുകയില്ല. അതുവരെ തൗബ ചെയ്യാതിരിക്കുന്നവരുടെ തൗബയും അല്ലാഹുക്ക് വേണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതിന്റെ മുമ്പേ മടങ്ങണം, അതിന്റെ മുമ്പേ തൗബ ചെയ്ത് മടങ്ങുക, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി നല്ല നിലയ്ക്ക് ജീവിക്കും. മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, കള്ളുകുടിക്ക് നിർത്തിക്കോളി, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചോളി, ഹലാല് കഴിച്ചോളി, ചോര നന്നാക്കിക്കോളി. ചോരയിൽ ഹറാമ് കലർന്നാൽ അത് നരകത്തിലേക്കാണ്. കള്ളൊക്കെ ഹറാമാണ്, മദ്യപാനം ഹറാമാണ്, മയക്കുമരുന്ന് ഹറാമാണ്, പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ. നല്ല മക്കളായി ജീവിക്കുക. അള്ളാഹു നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭാവി കൊടുക്കട്ടെ. അവരൊക്കെ നന്നായി വന്ന് നമ്മുടെ പ്രദേശങ്ങൾക്ക്, നാടിന് ഐശ്വര്യമായും ഏത് തിന്മയുണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾ ഇറങ്ങിയിട്ട് ആ തിന്മയെ തിരുത്താൻ പറ്റുന്ന അവസ്ഥയിൽ, ഒരു പോലീസോ പട്ടാളോ ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മുടെ സമൂഹം വഴിതെറ്റിപ്പോകാതിരിക്കാൻ അവർ പരസ്പരം സഹായിക്കുന്ന അവസ്ഥയിൽ, അവർ പരസ്പരം ഗൈഡ്
ഗൈഡ് ചെയ്യുന്ന അവസ്ഥയിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ബോധം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ നല്ല മക്കളായി ജീവിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ബന്ധവും ഈ പരിചയപ്പെട്ടതും നാളെ സ്വർഗ്ഗലോകത്തേക്ക് എത്തിച്ചു തരുന്ന വലിയ ബന്ധമാക്കി തരട്ടെ. നാളെ അവിടെ വെച്ച് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. അൽഹംദുലില്ലാഹ്.